ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം മലൈക്കോട്ടെ വാലിബന്റെ റിവ്യൂ പറയുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, ഈ അടുത്തിറങ്ങിയ കുറച്ച് പടങ്ങളിൽ ഭൂരിപക്ഷ അഭിപ്രായത്തിന് നേരെ ഓപ്പോസിറ്റ് അഭിപ്രായമാണ് എനിക്ക് തോന്നിയത് എന്നാണ്. അതിന് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. ഓസ്ലർ, സലാർ, ടൈഗർ 3, പിന്നെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ മലൈക്കോട്ടെ വാലിബൻ, ഇവയൊക്കെ ഭൂരിപക്ഷം നെഗറ്റീവ് അഭിപ്രായം വന്നപ്പോൾ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ട പടങ്ങളാണ്. അതേസമയം KGF 2, നൻപകൽ നേരത്ത് മയക്കം തുടങ്ങിയവ നല്ല അഭിപ്രായം വന്നു, പക്ഷെ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. ഫൈറ്ററിനും അതേ അവസ്ഥ തന്നെയാണ്. ഫൈറ്റർ ഭൂരിപക്ഷ അഭിപ്രായം നല്ല പോസിറ്റീവ് റിവ്യൂസ് ആണ് വരുന്നത്, പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു വെരി ആവറേജ് എക്സ്പീരിയൻസ് ആണ് ഫൈറ്റർ. അങ്ങനെ ആവറേജ് എക്സ്പീരിയൻസ് ആയി തോന്നാനുള്ള ഒന്നാമത്തെ കാരണം, ഇതിന്റെ ട്രെയിലർ ഏകദേശം 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ട്രെയിലർ, അതൊരു 90% ഏരിയൽ ആക്ഷൻ ത്രില്ലർ എന്ന രീതിയിലാണ് കാണിച്ചത്. പക്ഷെ പടത്തിലേക്ക് വരുമ്പോൾ ഒരു 75% ഇതൊരു വാർ ഡ്രാമയാണ്. വാർ ഡ്രാമ എന്ന് പറയാൻ പറ്റില്ല, ഇതിലെ എയർഫോഴ്സിലുള്ളവരുടെ കുറച്ച് കോൺഫ്ലിക്റ്റ് ഒക്കെ കാണിക്കുന്ന തരത്തിലൊരു ഡ്രാമയാണ്. ഇതിൽ ആക്ഷൻ സീനുകളും ഏരിയൽ സീനുകളും ഒക്കെ വളരെ കുറച്ച്, ഒരു 20% അല്ലെങ്കിൽ 15% അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ മിസ്ലീഡിംഗ് ആയ ഒരു ട്രെയിലർ കൂടാണ്ട് ഇതിലുള്ള കണ്ടമാനം ക്ലീഷ്യ സീനുകൾ, അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാം. ഒന്നാമത്തത്, ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാനിലെ തീവ്രവാദികൾ. അത് ബോളിവുഡ് സ്ഥിരം ട്രൈ ചെയ്യുന്ന ഒരു പ്ലോട്ടാണ്. പക്ഷെ അത് ട്രൈ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ പാകിസ്ഥാൻ തീവ്രവാദികളോട് അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദിന്റെ തീവ്രവാദികളോട് അത്ര ഒരു വെറുപ്പ് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സീനുകളൊന്നും ഈ പടത്തിലില്ല. അത് അത്ര ഇമ്പാക്ട് സൃഷ്ടിക്കാൻ പറ്റിയില്ല. പിന്നെ പറയേണ്ടത്, ഇതിലെ വില്ലൻ ഒരു കൊടൂര വില്ലനായിട്ട് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അയാൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. അയാൾ ചെയ്യുന്ന ക്രൂരപ്രവൃത്തികളൊന്നും നമ്മളെ മനസ്സിനെ അങ്ങനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു സീനുകളൊന്നും പടത്തിലില്ല. ഈ സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ, അനിൽ കപൂർ ഒരു ഏരിയൽ ആക്ഷൻ ടീം രൂപീകരിക്കലാണ്. അതിൽ 7 ആൾക്കാരുണ്ട്: ഹൃത്തിക്, ദീപിക, പിന്നെ ഒരു 5 മെയിൽ ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ലേഡി ഓഫീസർ ദീപികയുടെ ഇൻക്ലൂഷൻ തന്നെ അത്യാവശ്യം ഒരു ക്ലീഷേ സീനാണ്. എന്തിനാണ് അങ്ങനെ ഒരു ലേഡി ഓഫീസർ ആ ടീമിൽ? അതിന് ഉദ്ദേശമുണ്ട്, വുമൺ എംപവർമെന്റ്. ആ വുമൺ എംപവർമെന്റ് കാണിക്കാൻ വേണ്ടി ഇവരുണ്ടാക്കുന്ന കോയിൻസിഡൻസ് സീനുകൾ, ഹൃത്തിക് ദീപികയുടെ അച്ഛനെ കാണുന്നു, എന്നിട്ട് എന്തുകൊണ്ടും ഒരു ലേഡി ഓഫീസർ വ്യോമസേനക്ക് ആവശ്യമുണ്ട്, ഇങ്ങനെ ഇന്ത്യയിലെ എല്ലാ ലേഡീസും ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ പുരുഷന്മാർക്ക് സേനകളിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള ഭയങ്കര ഫോഴ്സ്ഡായ വുമൺ എംപവർമെന്റ് സീന് ഇതിലെ മറ്റൊരു ക്ലീഷേ സംഭവമായിട്ട് എനിക്ക് തോന്നിയത്. ഇതിപ്പോൾ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ സിനിമകളിലാണ് കാണിച്ചതെങ്കിൽ ഇവിടെയുള്ള റിവ്യൂവേഴ്സ് ചിലപ്പോൾ വലിച്ചു കീറുമായിരുന്നു. പക്ഷേ ഇത് ഹൃത്തിക് റോഷനാണ്, ഹിന്ദി പടമാണ്, നമ്മളധികം വലിച്ചു കീറേണ്ട കാര്യമില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. പിന്നെ അങ്ങനെ 7 അംഗ ടീമിൽ ഒരു ലേഡി ഓഫീസർ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഹൃത്തിക് റോഷനോട് ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ടല്ലോ. അതിനു വേണ്ടിയുള്ള അനാവശ്യമായ ലവ് ട്രാക്ക്, അതിങ്ങനെ വലിച്ച് സിനിമയുടെ ആ ഫ്ലോ തന്നെ കളയുന്ന തരത്തിലുള്ള ലവ് ട്രാക്ക്. ഇതിൽ ദീപിക പദുക്കോൺ ഇല്ലെങ്കിൽ കൂടി പടം നല്ല രീതിയിൽ പോകുമായിരുന്നു. 2.25 മണിക്കൂറുള്ള പടം ഒരു 2.25 മണിക്കൂറിൽ നല്ല അടിപൊളിയായി ക്രിസ്പാക്കി എടുത്ത് ഒരു ആക്ഷൻ ത്രില്ലർ, ഏരിയൽ ആക്ഷൻ ത്രില്ലർ എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്ന ഒരു ടീമായിരുന്നു. പിന്നെ ഈ 7 അംഗ ടീമിൽ ഒരു സിഖുകാരനുണ്ട്, ഒരു മുസ്ലിം ഉണ്ട്. മതനിരപേക്ഷത കാണിക്കാനുള്ള അടുത്ത ഫോഴ്സ്ഡ് ക്ലീഷേ സീന്. അങ്ങനെ മതനിരപേക്ഷത കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ മതത്തിലുള്ളവരെ കുത്തിക്കയറ്റി ഇടേണ്ട കാര്യമൊന്നുമില്ല. പാകിസ്ഥാനെതിരെ ആയതുകൊണ്ട് മുസ്ലിം വേണം, അയാൾ കുറച്ച് ഹീറോയിസം കാണിക്കണം, അതിന്റെ ആവശ്യമൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. മറ്റൊരു ക്ലീഷേ എന്താണെന്ന് വെച്ചാൽ, ഇതേപോലത്തെ ടീമിന്റെ ഹെഡ് എപ്പോഴും കുറച്ചൊന്ന് അരഗന്റ് ആണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരിക്കണം. അനിൽ കപൂറിന് അങ്ങനെ ഒരു റോൾ കൊടുത്തു. പിന്നെ നായകന് കമാൻഡിങ് ഓഫീസറുമായിട്ട് എന്തെങ്കിലും ഒരു പാസ്റ്റ് ഉണ്ടായിരിക്കണമല്ലോ, അതും ഇതിലുണ്ട്. അപ്പോൾ തമ്പനയിൽ ക്ലീഷയുടെ ഘോഷയാത്ര എന്ന് പറയുമ്പോൾ അത് വിശദീകരിക്കേണ്ട കടമ എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്ലീഷകൾ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത് ഒരു ആവറേജ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ്സ് വേണമല്ലോ. ഇതിലെ ഏറ്റവും മികച്ച പോസിറ്റീവായി തോന്നിയത് ഇതിലെ VFX സീനുകളാണ്. ഏരിയൽ ആക്ഷൻ ഫൈറ്റ് ഒക്കെ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്ലൈമാക്സ് ഫൈറ്റ് സീനുകളും കൊള്ളാമായിരുന്നു. പിന്നെ ഹൃത്തിക് റോഷൻ, അദ്ദേഹം മികച്ച പെർഫോമൻസ്. ഗ്രീക്ക് ഗോഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു പൊതുവെ പറയുന്ന ഒരു ടൈറ്റിലില്ലേ മാധ്യമങ്ങളൊക്കെ കൊടുക്കുന്നത്, അത് കൃത്യമായി സിദ്ധാർത്ഥാനന്ദ് സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന് കുറച്ചും കൂടി ടൈറ്റായുള്ള സ്ക്രിപ്റ്റായിരുന്നു വേണ്ടിയിരുന്നത്. ഈ 2.25 മണിക്കൂർ എന്നുള്ളത് 2-2.25 മണിക്കൂറിൽ കൂടുതൽ ആക്ഷൻ ഉൾപ്പെടുത്തി ഹൃത്തിക്കിന്റെ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സീനുകൾ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാവുമായിരുന്നു. പിന്നെ ഇതിലെ വന്ദേ മാതരം BGM-ഉം സോങ്ങും അത് നല്ല ഇമ്പാക്ട്ഫുള്ളായി സിനിമയിൽ ഉടനീളം കൊടുത്തിട്ടുണ്ട്. സിനിമയുടെ നല്ല ഒരു പോസിറ്റീവ് വശങ്ങളിലൊന്നാണ് വന്ദേ മാതരം BGM. ഈ ഒരു ഫൈറ്റർ എന്നുള്ള സിനിമ ഇൻ കേസ് മലയാളത്തിലായിരുന്നു എടുത്തിരുന്നെങ്കിൽ, പൃഥ്വിരാജിനെ പോലെ ഒരു നടനായിരുന്നു അഭിനയിച്ചിരുന്നുവെങ്കിൽ, നമ്മുടെ റിവ്യൂവേഴ്സ്
ഇതിനെ കുറച്ചും കൂടി ഇഴകീറി പരിശോധിച്ച് അത്യാവശ്യം നെഗറ്റീവ് റിവ്യൂ കൊടുക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഭൂരിഭാഗം റിവ്യൂസും ഞാൻ മലയാളത്തിലുള്ളവർ കൊടുത്തിട്ടുള്ളത് കണ്ടത് മിക്സ്ഡ് ടു പോസിറ്റീവ് റിവ്യൂസാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ട്രെയിലറിൽ എന്താണോ പ്രോമിസ് ചെയ്തത് അത് ഡെലിവർ ചെയ്യാത്ത ഒരു സിദ്ധാർത്ഥ് ആനന്ദ് വാർ ഡ്രാമ എന്ന് പറയാം. ഏരിയൽ ആക്ഷൻ ത്രില്ലർ എന്ന് ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സിദ്ധാർത്ഥ് ആനന്ദിൻ്റെ മുൻ പടങ്ങൾ പഠാനും വാറും എടുത്തു കഴിഞ്ഞാൽ ഞാൻ മുകളിൽ വാറിനെ വെക്കും, അതിനുശേഷം പഠാനെ വെക്കും, അതിനുശേഷം മാത്രമേ ഫൈറ്ററിനെ വെക്കും. എന്നെ സംബന്ധിച്ച് ഒരു ആവറേജ് എക്സ്പീരിയൻസ് ഇത് തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ കൂടി കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 3 out of 5.